Hi everyone. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ അഥവാ മോട്ട് എന്ന് അറിയപ്പെടുന്ന ടെക്നോളജി. ഓക്കെ, ആ പ്രോസസ്സ് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് കിടക്കാം. ഓക്കെ, പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ കൗവിനെ സെലക്ട് ചെയ്തു. സുപ്പീരിയർ കൗ, എന്താ സുപ്പീരിയർ കൗ എന്ന് പറഞ്ഞത്? കാരണം അതിൽ നിന്നും നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹയർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു കൗവിനെ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഇഞ്ചക്ട് ചെയ്യും. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ടു ദി ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അഡ്മിനിസ്ട്രേഡ്, ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു കാണും സുവോളജിയിൽ. ഓവം റിലീസുമായി ബന്ധപ്പെട്ടതാണ് FSH. നോർമലായിട്ട് ഒരു ഓർഗാനിസത്തിൽ ഈ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട് ചെയ്താൽ, അത് നോർമൽ പ്രക്രിയയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ഓവം റിലീസ് ചെയ്യും, ഒരു സിംഗിൾ ഓവം റിലീസ് ചെയ്യും. പക്ഷെ ഇവിടെ ആ സുപ്പീരിയർ കൗവിനെ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്മിനിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓവത്തിൻ്റെ സ്ഥാനത്ത് ഒന്നിലധികം ഓവം അഥവാ 6 to 8 ഓവം റിലീസ് ചെയ്യും. നോർമൽ കേസിൽ എത്ര ഓവമേ ഉള്ളൂ? ഒരു ഓവമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്യും? ഓൾമോസ്റ്റ് 6 to 8 ഓവംസ് ആർ പ്രൊഡ്യൂസ്. ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഓവുലേഷൻ എന്നല്ലേ? എന്നാൽ ഇവിടെ ഒന്നിലധികം ഓവംസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓവുലേഷൻ ഒക്കേഴ്സ്. മൾട്ടിപ്പിൾ ഓവുലേഷൻ, ഒന്നിലധികം ഓവം റിലീസ് ചെയ്തതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ. എത്ര ഓവം ഉണ്ട്? ഓൾമോസ്റ്റ് 6 to 8. ഓക്കെ, അതിനുശേഷം ഈ സുപ്പീരിയർ കൗവിനെ ഒരു സുപ്പീരിയർ ബുള്ളുമായിട്ട് ക്രോസ് ചെയ്യിക്കും. സുപ്പീരിയർ ബുള്ള്, നല്ല ഹയർ ഔട്ട്പുട്ട് നൽകുന്ന ഒരു ബുള്ളുമായിട്ട് ക്രോസ് ചെയ്യിക്കും. സപ്പോസ് അങ്ങനെ ഒരു ബുള്ള് ഇല്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യപ്പെടും. ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റഡ്. ഇൻസെമിനേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? സ്പേംസിനെ ഇൻജക്ട് ചെയ്യും, സ്പേംസിനെ കുത്തിവെക്കും. അതാണ് ഇൻസെമിനേറ്റഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും സ്പേംസ് ഒന്നല്ല, ഒരുപാട് സ്പേംസ് കാണും. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാ. ഒത്തിരി സ്പേംസിനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരുപാട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നോർമലായിട്ട് ഒരു ഓവവും ഒരു സ്പേമും കൂടി കമ്പൈൻ ചെയ്ത ഒരു സൈഗോട്ട് ഫോം ചെയ്യണം. പക്ഷേ ഇവിടെ ഓൾറെഡി 6 to 8 ഓവംസ് ഉണ്ട്. അതും ഇതിനകത്തേക്ക് കടന്നു ചെന്ന സ്പേംസും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സൈഗോട്ടിന്റെ സ്ഥാനത്ത് ഓൾമോസ്റ്റ് 6 to 8 സൈഗോട്സ് ഫോം ചെയ്യും. ഓൾമോസ്റ്റ് 6 to 8 സൈഗോട്സ് ഫോം ചെയ്യും. ഈ 6 to 8 സൈഗോട്സ് എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യും. ഒരു സെയിം കൗവിനകത്തല്ലേ ഫോം ചെയ്തിരിക്കുന്നത്? ഈ അമ്മയുടെ ശരീരത്തിലാണ് ഈ 6 to 8 സൈഗോട്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോർമലായിട്ട് ഒരു സൈഗോട്ടിൽ നിന്നും ഇനി ഒരു പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. അത് അമ്മയുടെ ശരീരത്തിൽ നിന്നും ആ കൗവിൽ നിന്നും പാർച്ചുറേഷൻ നടക്കും, പ്രസവം നടന്ന് ഒരു പ്രോജനി അറ്റൈൻ ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുക? ഈ ഒരു സൈഗോട്ടാണോ അമ്മയുടെ ശരീരത്തിൽ ഇരിക്കുന്നത്? ഓൾമോസ്റ്റ് 6 to 8 സൈഗോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സൈഗോട്ടിൽ നിന്നും ഫോം ചെയ്യുന്ന പ്രോജനിയെ ക്യാരി ചെയ്യുവാനുള്ള എബിലിറ്റി ആർക്ക് കാണത്തില്ല? ഈ ഒരു സിംഗിൾ കൗവിന് അല്ലെങ്കിൽ ഈ സുപ്പീരിയർ കൗവിന് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു മൊറൂള സ്റ്റേജ് അറ്റൈൻ ചെയ്യും. മൊറൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 to 32 സെൽഡ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മൊറൂള. കാരണം ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്ത 16 to 32 സെൽഡ് സ്റ്റേജ് ആയ മൊറൂളയെ എന്ത് ചെയ്യപ്പെടും? പേരന്റിൽ നിന്നും റിക്കവർ ചെയ്യും. ഈ സുപ്പീരിയർ കൗവിൽ നിന്നും പുറത്തേക്ക് എടുക്കും. റിക്കവർ ചെയ്തിട്ട് എത്ര സൈഗോട്ടിനെയാണോ പുറത്തേക്ക് എടുത്തേ അത്രയും സറോഗേറ്റീവ് മദേഴ്സിലേക്ക്. സറോഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? സറോഗേറ്റീവ് വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്, അവിടെ അല്ല മീറ്റിംഗ് നടന്നേ. ഈ സറോഗേറ്റീവ് മദേഴ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. സറോഗേറ്റീവ് മദേഴ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ, എത്ര മൊറൂളയുണ്ട്? മൊറൂള ഓൾമോസ്റ്റ് 6 to 8 മൊറൂളാസ് ഉണ്ട്. ആ മൊറൂള എംബ്രിയോയുടെ ഒരു സ്റ്റേജുമാണ്. എംബ്രിയോയുടെ ഒരു സ്റ്റേജാണ് ഈ മൊറൂള. ആ മൊറൂളയെ പുറത്തേക്ക് എടുക്കുന്നു.
പുറത്തേക്കെടുത്ത് എത്ര മുറിവുകളുണ്ടോ അത്രയും സറോഗേറ്റ് മദേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിൽ നിന്നുമെല്ലാം ഓരോ പ്രോജനികളെ അറ്റൈൻ ചെയ്യും. ഇതിൽ നിന്നുമെല്ലാം ഓരോ പ്രോജനി. നിങ്ങൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലക്കി സ്റ്റാർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഷേക്സ്പിയർ എം എ മലയാളം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തൊക്കെ ഒരു ഫീമെയിലിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു ഫീമെയിലിൻ്റെ ഓവവും സ്പേമും കൂടി കമ്പൈൻ ചെയ്തത് ആ അമ്മയുടെ മറ്റൊരു മദറിൻ്റെ ശരീരത്തിലേക്ക് വെച്ച് അവിടെ വെച്ച് അതിൻ്റെ ഗ്രോത്ത് നടക്കുകയും അവരുടെ ശരീരത്തിൽ വെച്ചാണ് പാർച്ചുറേഷൻ, അവരുടെ ശരീരത്തിലാണ് പ്രസവമൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഒരു മെത്തേഡാണ്. നിങ്ങൾ സിഫ്റ്റ് എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സിഫ്റ്റ് രണ്ടാമത്തെ ചാപ്റ്ററിൽ, സുവോളജി രണ്ടാമത്തെ ചാപ്റ്ററിൽ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ശരീരത്തിൽ സൈഗോട്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് സൈഗോട്ട് ഫോം ചെയ്യിക്കുകയും എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്ത് വെച്ച് സൈഗോട്ടിനെ ഫോം ചെയ്യിച്ചിട്ട് ആ സൈഗോട്ടിനെ എവിടെ ട്രാൻസ്ഫർ ചെയ്യും? ഫാലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫാലോപ്യൻ ട്രാൻസ്ഫർ. ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും. ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? കൊച്ചുങ്ങളുണ്ടാകുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് എന്ന മീനിങ് ആണോ? അങ്ങനെയല്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ഫ്യൂസ് ചെയ്യിക്കുന്നു. സാധാരണ ഫാലോപ്യൻ ട്യൂബിൽ വെച്ചാണ് ഈ ഫ്യൂഷൻ നടക്കുന്നത്. അതിന് പകരമായിട്ട് ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ഫ്യൂഷൻ ചെയ്യിക്കുകയും എന്നിട്ട് അതിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഫാലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ് എന്ന് അറിയപ്പെടും. ഇവിടെയും ഒരു സിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരമ്മയുടെ ശരീരത്തിൽ നിന്നും മുറുളയെ പുറത്തേക്കെടുത്ത് ബാക്കിയുള്ള മദേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടുന്ന് ഓൾമോസ്റ്റ് 6 to 8 പ്രോജനീസ് ഫോം ചെയ്യും. ഒരു പ്രോജനി ഉണ്ടാകേണ്ട സ്ഥാനത്ത് എത്ര പ്രോജനി? 6 മുതൽ 8 പ്രോജനി വരെ ഉണ്ടായിരിക്കും. ആ 6 മുതൽ 8 വരെയുള്ള പ്രോജനീസ് എല്ലാം സുപ്പീരിയർ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. സുപ്പീരിയർ ക്യാരക്ടേഴ്സും ആയിരിക്കും, ഐഡന്റിക്കൽ സെയിം ആയിരിക്കും. കാരണം രണ്ടുപേരുടെ പേരൻ്റ് ഒന്ന് തന്നെയാണ്. ഫീമെയിലും മെയിലും ഒന്ന് തന്നെയാണ്. സ്പേംസും ഓവവും ഒന്ന് തന്നെയാണ്. ഒരേ പേരൻസ് ഇതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോജനീസും സിമിലർ ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് മോട്ട് എന്നറിയപ്പെടും. മോട്ട് ഫുൾ ഫോം എത്ര ഓവം റിലീസ് ചെയ്തു? മൾട്ടിപ്പിൾ ഓവമാണ്. അതാ ഫുൾ ഫോം മൾട്ടിപ്പിൾ ഓവുലേഷൻ. ഓക്കെ, ആരെയാണ് ട്രാൻസ്ഫർ ചെയ്തത്? മുറുളയാണ് ട്രാൻസ്ഫർ ചെയ്തത്. മുറുള ആരുടെ സ്റ്റേജാ? ഒരു എംബ്രിയോയുടെ സ്റ്റേജാണ്. അതാണ് എംബ്രിയോ. പിന്നെ എന്താ ചെയ്തേ? സറോഗേറ്റ് മദേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ദിസ് ദി മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഓക്കെ, മോട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. മോട്ട് അഥവാ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മോട്ട് എന്നറിയപ്പെടുന്ന ടെക്നോളജി, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന ടെക്നോളജി അനിമൽസിൽ മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂ. പ്ലാന്റ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. പ്ലാന്റ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പ്ലാന്റ്സിൽ ഓവുലേഷൻ ഇല്ല. പ്ലാന്റ്സിൽ ഓവുലേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ഈ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലാന്റ്സിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. എന്ത് വിളിക്കാം? പ്ലാൻ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. ഓക്കെ, പ്ലാൻ ബ്രീഡിങ്ങിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് വൺ, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് അറിയപ്പെടും. വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്സ് പറയുന്നത് പലതരത്തിലുള്ള മീനിങ് ഇല്ലയോ? ഇവിടെയും അത് തന്നെയാണ്. പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. പലതരത്തിലുള്ള ഓർഗാനിസം വെച്ചാൽ ഇപ്പം സപ്പോസ് എൻ്റെ നാട്ടിൽ പലതരത്തിലുള്ള ചെമ്പരത്തി ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്. ഓക്കെ, പല കളറുണ്ട്. അതേപോലെ തന്നെ 2 ലെയർ ഉള്ളതുണ്ട്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ളതുണ്ട്, സിംഗിൾ ലെയേഴ്സ് ഉള്ളത്. ഓക്കെ, എനിക്ക് അറ്റൈൻ ചെയ്യേണ്ടത്, എനിക്ക് ആവശ്യമുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ആവശ്യമുള്ളൊരു ക്യാരക്ടർ പിങ്ക് കളറും കിട്ടണം, ഏകദേശം 2 ലെയറും കിട്ടണം. അങ്ങനെയുള്ള ഒരു ഹിബിസ്കസ് ചെമ്പരത്തിയാണ് എനിക്ക് ആവശ്യം. ഇങ്ങനെ ഒരു ചെമ്പരത്തിയാണ് എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ നാട്ടിൻ പ്രദേശത്തുള്ള
ചെമ്പരത്തികളുടെ ഒരു ഹ്യൂജ് വെറൈറ്റീസ് കാണും, ഒരുപാടെണ്ണം കാണും. ആ വെറൈറ്റീസിനെ എല്ലാം കളക്ട് ചെയ്യണം. ഓക്കെ, ചെമ്പരത്തിനെ എത്ര വെറൈറ്റീസ് ഉണ്ടോ ആ എല്ലാ വെറൈറ്റീസിനെയും കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്ന് അറിയപ്പെടും. അപ്പോൾ ചെമ്പരത്തിയുമായി റിലേറ്റ് ചെയ്ത എല്ലാത്തിനെയും കളക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓർഗാനിസവുമായി ബന്ധപ്പെട്ട എല്ലാ ജീൻസും കിട്ടിയില്ലയോ? ഈ ചെമ്പരത്തി ഇപ്പം എല്ലാവരെയും കളക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചെമ്പരത്തിയുമായി റിലേറ്റ് ചെയ്ത എല്ലാ ജീൻസും എനിക്കിപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ ജീൻസും എനിക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ ജീൻസിന്റെ അഗ്രിഗേഷനെ വിളിച്ച പേരാണ് ജീൻ പൂൾ അഥവാ ജേം പ്ലാസം. ഓക്കെ, അഗ്രിഗേഷൻ കൂട്ടം. ഒരു ഓർഗാനിസവുമായി റിലേറ്റ് ചെയ്ത എല്ലാ ജീൻസിന്റെയും അഗ്രിഗേഷനെ വിളിച്ച പേരാണ് ജീൻ പൂൾ അഥവാ ജേം പ്ലാസം എന്ന് അറിയപ്പെടും. ഇനി ഒരു ഓർഗാനിസത്തിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷം നമുക്ക് അതിനെ ക്രോസിംഗ് നടത്താൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ക്രോസ് ചെയ്യുന്നത്, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ക്രോസിങ്, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാളാ കഴിഞ്ഞാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൺസർവ് ചെയ്യണ്ടേ? ആ ജീൻസിനെ എല്ലാം കൺസർവ് ചെയ്യണ്ടേ? ജീൻസിനെ കൺസർവ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടും. ക്രയോ പ്രിസർവേഷൻ എന്നാൽ -190 ലിക്വിഡ് നൈട്രജനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. -190 ലിക്വിഡ് നൈട്രജനിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. ഇത് വേറെ എവിടെയോ ഒരിടത്തും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യുന്നതും ഇതേ മെത്തേഡ് തന്നെയാണ്, ക്രയോ പ്രിസർവേഷൻ. ബോട്ടണിയുമായി അല്ലെങ്കിൽ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് കൺസർവ് ചെയ്യണമെങ്കിൽ, ഒരുപാട് കാലത്തേക്ക് കൺസർവ് ചെയ്യണമെങ്കിൽ മിക്കപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ ഒന്നാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടും. ദിസ് കോൾഡ് ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. എല്ലാ വെറൈറ്റീസിനെയും സെലക്ട് ചെയ്തു. ഇനി രണ്ടാമത്തത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് superior parents. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. അതെന്താണെന്ന് അറിയണ്ടേ? ഇതാ നോക്കാം. ഞാനിവിടെ കളക്ട് ചെയ്തതിനകത്ത് റെഡ് കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റെഡ് വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് കളർ. ഓക്കെ, വയലറ്റ്, അതേപോലെ തന്നെ ലൈറ്റ് കളേഴ്സ്, ലൈറ്റ് റെഡ് കളേഴ്സ്, അല്ലേ വേണ്ട, ഈ 3 കളേഴ്സ്, റെഡ്, വൈറ്റ്, വയലറ്റ്, 3 കളേഴ്സ് ഉണ്ട്. അതിൽ 2 ലെയർ ഉള്ളതും 1 ലെയർ ഉള്ളതും മൾട്ടിപ്പിൾ ലെയറുള്ള ഫ്ലവേഴ്സും ഉണ്ട്. 1 ലെയറുള്ള ഫ്ലവർ ഉണ്ട്, 2 ലെയർ ഉള്ളതുണ്ട്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഇത്രയും ഓർഗാനിസത്തിൽ നിന്നും എനിക്കാവശ്യമുള്ള 2 പേരൻസിനെ സെലക്ട് ചെയ്യണം. എനിക്കാവശ്യമുള്ള 2 പേരൻസിനെ സെലക്ട് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. ആവശ്യമുള്ള 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ 2 പേർ, ഒന്ന് ആദ്യത്തെ ഓർഗാനിസം രണ്ടാമത്തെ ഓർഗാനിസം തമ്മിൽ ബന്ധം വേണം. കാരണം ഈ കളക്ട് ചെയ്യുന്ന ഓർഗാനിസത്തിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഓർഗാനിസം അറ്റൈൻ ചെയ്യേണ്ടത്. അങ്ങനെ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരെയും സെലക്ട്. ഓക്കെ, ഇപ്പം പിങ്ക് കിട്ടണമെങ്കിൽ ആരെയൊക്കെ ക്രോസ് ചെയ്താൽ മതി? റെഡിനെയും വൈറ്റിനെയും കൂടി ക്രോസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ 2 ലെയർ കിട്ടണമെങ്കിൽ ഒരു 2 ലെയറുള്ള ഫ്ലവറിനെയും 1 ലെയറുള്ള ഫ്ലവറിനെയും കൂടി തമ്മിൽ ക്രോസ് ചെയ്യിച്ചാൽ മതി. അങ്ങനെ ക്രോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള എനിക്ക് ആവശ്യമുള്ള 2 ലെയറുള്ള പിങ്ക് കളർ ഫ്ലവറിനെ അറ്റൈൻ ചെയ്യും. ഓക്കെ, അതിനു വേണ്ടി ഞാൻ കളക്ട് ചെയ്ത ഓർഗാനിസത്തിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഒരു മെയിലും ഒരു ഫീമെയിലും അങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. മൂന്നാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ among the selected parents.
ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത പേരൻസ് എന്ത് ചെയ്യണം? ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യണം. അതിന്റെ കാരണം അറിയണ്ടേ? അതിന്റെ കാരണം ഇതാണ്. ഞാൻ റെഡിനെ വൈറ്റിനെയും ഇവരെ തമ്മിലാണ് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതില് റെഡിൽ നിന്നുമുള്ള പോളൻ ഗ്രെയിൻസിനെ വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. റെഡിൽ നിന്നും വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. റെഡിൽ നിന്നും വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റെഡ് മെയിലായി മാറും. കാരണം റെഡിന്റെ പോളൻ ഗ്രെയിനാണ് പോയിരിക്കുന്നത്. അപ്പൊ റെഡ് എന്തായി? മെയിൽ പ്ലാന്റ് ആയി. രണ്ടാമത്തത് വൈറ്റിലേക്കാണ് വന്ന് വീണത്, അതുകൊണ്ട് വൈറ്റ് ഫീമെയിൽ ആയിട്ട് മാറും. കാരണം പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്തു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രോസ്. ഇനി എന്ത് ചെയ്യണം? വൈറ്റിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ റെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. വൈറ്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വൈറ്റ് മെയിലായിട്ടും റെഡ് ഫീമെയിലായിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ ക്രോസ്. അപ്പൊ ആദ്യത്തെ ക്രോസിൽ റെഡ് മെയിലും വൈറ്റ് ഫീമെയിലുമായി. രണ്ടാമത്തെ ക്രോസിൽ വൈറ്റ് മെയിലും റെഡ് ഫീമെയിലുമായിട്ട് മാറി. കാരണം ഈ രണ്ട് ക്രോസിലും ഫോം ചെയ്യുന്ന പ്രോജനീസിന് രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിലെ ബെറ്റർ ഏതാണോ അതിനെ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമോങ് ദി സെലക്ടഡ് പേരൻസ് എന്ന് പറഞ്ഞത്. ക്രോസ് ഹൈബ്രിഡൈസേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യിക്കണം. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോജനി കിട്ടും. ഒരുപാട് പ്രോജനി. ആ പ്രോജനിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യണം. സെലക്ഷൻ, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. സുപ്പീരിയർ റീകോമ്പിനൻസ്, പുതിയ കോമ്പിനേഷൻ ഉള്ളതിലെ ഏറ്റവും ആളെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അതേപോലെ ടെസ്റ്റ് ചെയ്യണം. അതെന്താണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. അത് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ സുവോളജിയിലെ ഒരു ക്രോസ് അറിഞ്ഞിരിക്കണം. സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഒരു ക്രോസ്. ആ ക്രോസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്രോസസ് വിത്ത് സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ഇങ്ങനെയൊരു ക്രോസ് 10ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അതിൽ ഇവിടെ ഒരു ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി വിത്ത് ക്യാപിറ്റൽ ആർ, സ്മോൾ ടി വിത്ത് സ്മോൾ ആർ. അങ്ങനെ ഒരു രണ്ട് ഗ്യാമേറ്റ്സ് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നറിയപ്പെടുന്ന ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ. ഇതായിരുന്നു F1. ഓക്കെ, ഈ F1ന്റെ സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയത് F2 ആണ്. F1 × F1 = F2. ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവറിനെ ഒരു സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ. ഓക്കെ, അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തണമെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതിലെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഒരു ഗ്യാമേറ്റും ക്യാപിറ്റൽ ടി സ്മോൾ ആർ മറ്റൊരു ഗ്യാമേറ്റ്, സ്മോൾ ടി ക്യാപിറ്റൽ ആർ മറ്റൊരു ഗ്യാമേറ്റ്, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, അങ്ങനെ 4 ഗ്യാമേറ്റ്. ഇവിടെ നിന്നും അതേപോലെ 4 ഗ്യാമേറ്റ് കിട്ടും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. 4 ഗ്യാമേറ്റ്. ഈ 4 ഗ്യാമേറ്റ്സും തമ്മിൽ ക്രോസ് ചെയ്യണം. 4 ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. കിട്ടുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇവിടെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. കിട്ടുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ലഭിക്കുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, ഇതേ റേഷ്യോ ആണ് നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണല്ലോ ഈ ക്രോസ്. അതിനകത്ത് ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ഇവിടെ വരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ ക്രോസ് കിട്ടിയത്. അതിൽ ഈ ബോക്സ് നമ്മൾ സുവോളജി പഠിച്ചതാണ്, ഇനി പഠിക്കുന്നതുമാണ്. 10ാം ക്ലാസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
+2 മൂന്നാമത്തെ ചാപ്റ്റർ ഇത് വീണ്ടും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതേ ക്രോസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക. ഒരു ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ക്രോസസ് വിത്ത് ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. ഓക്കെ, ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ, നീളം കൂടിയതും ചുവന്ന പൂവും, നീളം കുറഞ്ഞതും വെള്ളപ്പൂവും, ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നതാണ്. ഇത് ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ആയിരിക്കും. കാരണം ക്യാപിറ്റൽ ടിയും ഉണ്ട്, ക്യാപിറ്റൽ ആറും ഉണ്ട്. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഉണ്ടെങ്കിൽ അത് ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ആയിരിക്കും. ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ. ഓക്കെ, അപ്പം മൊത്തം 9 ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ അറ്റൈൻ ചെയ്യും. ഓക്കെ, ദാ ഇവിടെ ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ, ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ, ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. അപ്പൊ ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ കിട്ടിയിരിക്കുന്നത് 3. ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ, ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ, ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ. അപ്പൊ ഡോർഫ് റെഡ് ആയിട്ടുള്ളത് 3, ഏറ്റവും അവസാനത്തത് ഡോർഫ് വൈറ്റ് എന്നുള്ളത് 1. ഇങ്ങനെ ഒരു റേഷ്യോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. 9:3:3:1. ആ ഒരു റേഷ്യോ നമുക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയതാണ്, നമ്മൾ പഠിച്ചതുമാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഇനി സംഭവിക്കുന്നത് നോക്കുക. നമ്മുടെ പേരൻസ് ഏതൊക്കെയായിരുന്നു? ടോൾ പ്ലാന്റ് വിത്തും റെഡ് ഫ്ലവറും ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F2 16 പ്രോജനി കിട്ടി. ആ 16 പ്രോജനിയിൽ ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ എന്നറിയപ്പെടുന്നത് 9 പ്ലാന്റ്സും ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ 1 പ്ലാന്റുമാണ്. അപ്പൊ 16 എണ്ണത്തിലെ 10 പ്ലാന്റ് ഓൾറെഡി നമുക്ക് പേരൻസ് ആയിട്ടുണ്ട്. അപ്പൊ പേരന്റിന്റെ അതേ ക്യാരക്ടറുള്ള 10 പ്ലാന്റിനെ കിട്ടി. 16 പ്രോജനി ഉണ്ട്, അതിൽ 10 എണ്ണം എന്താണ്? പേരൻസിന്റെ അതേ ക്യാരക്ടർ ഉള്ളതാ. പേരൻസിന്റെ ക്യാരക്ടർ ഇല്ലാത്തത് ഈ 6 പ്ലാന്റ്സിനാണ്. ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവറും ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവറും. നീളം കൂടിയ ചെടിയിൽ വെള്ളപ്പൂവും നീളം കുറഞ്ഞ ചെടിയിൽ ചുവന്ന പൂവും. അതില് റെഡ് എന്നറിയപ്പെടുന്നത് ഒരു ഡോമിനന്റ് അല്ലേ? അപ്പൊ ഇത് രണ്ടും നമുക്ക് പുതിയതായി കിട്ടിയ കോമ്പിനേഷൻ ആണ്. പുതിയതായി കിട്ടിയ കോമ്പിനേഷൻ ആയതുകൊണ്ട് അതിന് നമുക്ക് റീകോമ്പിനേഷൻ എന്ന് പറയാമല്ലോ. എന്ത് പറയാം? റീകോമ്പിനേഷൻ. പുതിയതായി കിട്ടിയത് കൊണ്ട് റീകോമ്പിനേഷൻ എന്ന് അറിയപ്പെടും. റീകോമ്പിനേഷൻ. ഓക്കെ, ആ റീകോമ്പിനേഷനിലെ ഏറ്റവും നല്ലത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. 6 എണ്ണം കിട്ടിയതിലെ ഏറ്റവും നല്ലത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ് എന്ന്. അപ്പൊ നമുക്ക് പുതിയതായി കിട്ടിയതിൽ നിന്നും ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യുന്നു. അതിനെ വിളിച്ച പേരാണ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. അതിൽ സെലക്ട് ചെയ്തത് ഇതിനെയാണ്. ഓക്കെ, ഇതും ഡോർഫ് റെഡ് ആണ്, ഇതും ഡോർഫ് റെഡ് ആണ്. പക്ഷേ ഇവിടുത്തെ അലീൽസ് നോക്കിയേ, ഒന്ന് ക്യാപിറ്റൽ ആറും സ്മോൾ ആറുവാ. ഒരു ഡോമിനന്റും ഒരു റിസസീവും കൂടി വന്നു. ഡോമിനന്റും റിസസീവും കൂടി വന്നു. ഇത് ഹെട്രോസൈഗസ് ആണ്. അപ്പൊ ഹെട്രോസൈഗസിനെ നമുക്ക് വേണ്ട. നമുക്ക് എന്തിനു മതി? ഹോമോസൈഗസിനെ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയതിലെ ഏറ്റവും നല്ലൊരു വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ഇനി ഇതിനെ ക്രോസ് ചെയ്യിച്ച് നോക്കണം. വീണ്ടും ക്രോസ് ചെയ്യിക്കണം. കാരണം ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എബിലിറ്റി ഉണ്ടോ നോക്കണ്ടേ? ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ മ്യൂള് പറഞ്ഞതുപോലെ ആയിപ്പോവും. ചിലപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അതിലിപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് അവരെ ക്രോസ് ചെയ്യിച്ച് നോക്കണം. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. ടു ന്യൂ കൾട്ടിവേറ്റേഴ്സ്. അതെന്താണെന്ന് അറിയണ്ടേ? വീണ്ടും ടെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഓൾറെഡി നമ്മൾ 4ാമത്തേൽ ടെസ്റ്റിംഗ് കഴിഞ്ഞു. വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ട കാരണം ഈ 4ാമത്തെ സ്റ്റെപ്പ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത് നമ്മുടെ ഒരു ലബോറട്ടറി കണ്ടീഷനിലാണ്. എന്നുവെച്ചാൽ നമ്മളാണ് അവിടുത്തെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ലബോറട്ടറി കണ്ടീഷനിലാണ് ഇപ്പോൾ നമുക്കിതിനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഫീൽഡിലേക്ക് ഇറക്കി നോക്കണം. ഫീൽഡിൽ കൾട്ടിവേറ്റ് ചെയ്യണം. ഫീൽഡിൽ കൾട്ടിവേറ്റ് ചെയ്ത് നോക്കണം. 1 or 2 ജനറേഷൻസ് നമ്മൾ നോക്കണം. ചിലപ്പോൾ ചില പ്ലാന്റ്സിനൊക്കെ 3 ജനറേഷൻസ് വരെയൊക്കെ നോക്കണം.
കാരണം 3 ജനറേഷനൊക്കെ കഴിഞ്ഞാലേ ചിലപ്പം ചില ഡിസീസുകളൊക്കെ എക്സ്പ്രസ് ആവും. അപ്പോൾ അത്രയും തവണ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, റിലീസ് ചെയ്ത് നോക്കണം. ഇതെല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ കർഷകർക്ക് ഇത് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആ 5 സ്റ്റെപ്സുകൾ ഒരിക്കൽ കൂടി. ഏറ്റവും ആദ്യം കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, പല ടൈപ്പ് വെറൈറ്റീസിന് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. രണ്ടാമത്തത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്, ആ കളക്ട് ചെയ്തതിൽ നിന്നും 2 പേരൻസിനെ സെലക്ട് ചെയ്യണം. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. മൂന്നാമത്തേത് സെലക്ട് ചെയ്ത 2 പേരൻസും അതിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമോങ് ദി സെലക്ടഡ് പേരൻസ്, ഫോർത്ത് വൺ selection and testing of superior recombinants. The last one, testing, releasing and commercialization to new cultivators. Okay, ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്സ് ഏതിൻ്റെ പ്ലാന്റ് ബ്രീഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ശരി.